പുതിന ഇല കൊണ്ടൊരു പുതിന ചട്നി, അതായത് ബിരിയാണി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കപ്പ് പുതിന നല്ല വൃത്തിയായി കഴുകി അതിൻ്റെ ഇല മാത്രം എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി അത് 4ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു, പുളിക്കായി 1 നാരങ്ങയുടെ പകുതി, ഉപ്പ് ആവശ്യത്തിന്. ഈ ചെറിയ കപ്പിന് 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്യാനുള്ളതാണ് ഈ ജാർ. പിന്നെ മല്ലിയില 1/4 കപ്പ്. മല്ലിയില വേണമെങ്കിൽ ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനെ ബിരിയാണി ചമ്മന്തി, ഗ്രീൻ ചട്നി എന്നൊക്കെ പറയും. ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതിനായി ജാറെടുത്ത് ആദ്യം ഇല ഐറ്റംസൊക്കെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. 1/4 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിന ഇല, ചെറുതാക്കിയ ഇഞ്ചി, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം പേസ്റ്റായി. പുതിനയും മല്ലിയിലയെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. പുളിക്ക് ഞാൻ നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. ചിലരൊക്കെ വിനാഗിരി, പുളി അങ്ങനെ പലതും ഉപയോഗിക്കും. ഞാൻ 1 നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുകയാണ്. ഓരോരുത്തരുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പുളി ചേർക്കാം. അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. പിന്നീട് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയണ്ട, ചെറുതായി ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കാരണം ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ബിരിയാണി, നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കും. എല്ലാം നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു സെർവിങ് ഡിഷിലോട്ട് എടുക്കാം. ബിരിയാണി ചമ്മന്തി അഥവാ പുതിന ഇല ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണിയുടെയും നെയ്ച്ചോറ്, അങ്ങനെ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.